Welcome back to Aifer Education. So, നമ്മുടെ വെക്കേഷൻ ചാലഞ്ച് ഒക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പഴയ ലൈവിന്റെ ട്രാക്കിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ? എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നൊക്കെ അല്ലേ? സോ നമ്മൾ മിഡിൽ ഇംഗ്ലീഷ് ആയിരുന്നു അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഏജ് ബിഫോർ ചോസർ പറഞ്ഞു, ഏജ് ഓഫ് ചോസർ പറഞ്ഞു. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഏജ് ആഫ്റ്റർ ചോസർ ആണ് അല്ലേ? അതായത് നമ്മുടെ ഏജ് ഓഫ് റിവൈവൽ. അപ്പോൾ നിങ്ങൾ നമ്മുടെ റോസാപ്പൂക്കളുടെ യുദ്ധമൊക്കെ തമിഴിൽ കണ്ടു വന്നതായിരിക്കും അല്ലേ? സോ നമുക്ക് നോക്കാം എന്താണത് അല്ലേ? സോ ഇവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കാണാൻ ഒരു റോസ് പൂ മയമാണ് അല്ലേ? സോ നമുക്ക് എന്താണെന്നൊക്കെ നോക്കാം അല്ലേ? ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ദ ഏജ് ഓഫ് റിവൈവൽ ആണ്. ഓക്കെ, നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏജ് ഓഫ് റിവൈവൽ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, യാ ദെൻ യെസ് ഓക്കെ യാ നമ്മൾ എപ്പോഴും പറയുന്ന ആ ഒരു ഡിവിഷൻ അത് പറഞ്ഞാൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. മിഡിൽ ഇംഗ്ലീഷിൻ്റെ ആ ഒരു 3 ഡിവിഷനിലെ മറന്നിട്ടുണ്ടായില്ലല്ലോ നിങ്ങൾ? ഏതൊക്കെയായിരുന്നു ഞാനിപ്പോൾ കൂടി പറഞ്ഞില്ലേ? ഏതൊക്കെയായിരുന്നു? ഏജ് ബിഫോർ ചോസർ അല്ലേ, 1066 to 1300 വരെ വരുന്ന ഏജ് ബിഫോർ ചോസർ, ആൻഡ് ഏജ് ഓഫ് ചോസർ 1300 to 1400 വരെ വരുന്ന ഏജ് ഓഫ് ചോസർ വരുന്നത്. ദെൻ നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് ഏതാണ്? ഏജ് ആഫ്റ്റർ ചോസർ. ഇയർ നോക്കിയേ, 1400 to 1550 വരെയാണ് അല്ലേ ഏജ് ആഫ്റ്റർ ചോസർ ഓർ ഏജ് ഓഫ് റിവൈവൽ. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. സോ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു അല്ലേ? ഏജ് ബിഫോറും കഴിഞ്ഞു, ഏജ് ഓഫ് ചോസറും നമ്മൾ കഴിഞ്ഞ ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അത് കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ടാവും, ഒന്ന് പോയിട്ട് കാണാം കേട്ടോ. ദെൻ ഇനി നമുക്ക് ഏജ് ആഫ്റ്റർ ചോസറിലേക്ക് പോവാം അല്ലേ? നമ്മുടെ ഏജ് ഓഫ് റിവൈവൽ. യാ ആസ് യൂഷ്വൽ നമുക്ക് ഹിസ്റ്റോറിക് ഇവൻറ്റ്സ് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് ഹിസ്റ്റോറിക് ഇവൻറ്റ്സ് പറയുന്നതിന് മുന്നേ പറയാനുള്ളത് എന്താ വെച്ചാൽ ഏജ് ഓഫ് റിവൈവൽ ബിഗിൻസ് വിത്ത് വാർസ് ആൻഡ് കൺക്ലൂഡ്സ് വിത്ത് സെറ്റിൽഡ് ഡൈനാസ്റ്റി എന്നാണ് പറയുന്നത്. അതായത് ഭയങ്കര വാറും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തത്? ഏജ് ഓഫ് റിവൈവൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഏജ് ആഫ്റ്റർ ചോസർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആൻഡ് എന്തോടു കൂടിയാണ് അവസാനിച്ചത്? സെറ്റിൽഡ് ഡൈനാസ്റ്റിയോട് കൂടി പീസ്ഫുൾ ആയിട്ടാണ് ഏജ് ഓഫ് റിവൈവൽ അവസാനിച്ചിട്ടുള്ളത്. ആൻഡ് യു ക്യാൻ നോ ദാറ്റ് ആഫ്റ്റർ ഏജ് ഓഫ് റിവൈവൽ ഏതാണ് ഏജ് വരുന്നത് എന്നുള്ളത് അല്ലേ? എലിസബത്തിയൻ ഏജ് ആണ്. സോ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ലിറ്ററേച്ചറിൻ്റെ തന്നെ ഗോൾഡൻ പീരിയഡ് ആണത്. ആൻഡ് മൊത്തത്തെ അടിപൊളിയാണ് അല്ലേ? ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇതിലാണ് ഇത് അവസാനിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഏജ് ഓഫ് റിവൈവൽ. അപ്പോൾ നമുക്ക് തുടക്കത്തിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കാം അല്ലേ? ഫസ്റ്റ് പ്രശ്നം ഇത് തന്നെയാണ്, വാർ ഓഫ് ദ റോസസ് അല്ലേ? ഇപ്പം മനസ്സിലായില്ല എന്താണ് റോസ് പൂ തമ്മിലുള്ളൊരു യുദ്ധം അല്ലേ? അതാണ് വാർ ഓഫ് ദ റോസസ്. അപ്പോൾ ഇയർ നോക്കിയേ, 1455 to 1487 വരെയാണ് എന്ത് നടന്നിട്ടുള്ളത്? വാർ ഓഫ് ദ റോസസ് നടന്നിട്ടുണ്ടായിരുന്നത്. എന്താണത് അല്ലേ? അതൊരു ഇന്റേണൽ വാറാണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ വാർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണമല്ലോ ഏജ് ഓഫ് ചോസറിൽ അല്ലേ? 100 years ഓഫ് വാർ പഠിച്ചിട്ട് 100 years ഓഫ് വാർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? 100 years ഓഫ് വാർ എന്താണ്? അതൊരു എക്സ്റ്റേണൽ വാർ ആണ് അല്ലെ? ആരൊക്കെ തമ്മിലുണ്ടായിരുന്നത്? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിൽ നടന്നിട്ടുള്ള ഒരു എക്സ്റ്റേണൽ വാർ ആയിരുന്നു അല്ലേ അത്? ആൻഡ് അതിൽ ആരായിരുന്നു ജയിച്ചത്? ഫ്രാൻസ് ആയിരുന്നു അല്ലേ ജയിച്ചത്. ആൻഡ് ഇവിടെ വാർ ഓഫ് ദ റോസസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഇന്റേണൽ വാർ ആണ്. ഓക്കെ, ആൻഡ് എന്തിനു വേണ്ടി നടന്നതാണ്? ഇറ്റ്സ് എ സീരീസ് ഓഫ് സിവിൽ വാർ ആണ് അല്ലേ? സീരീസ് ഓഫ് സിവിൽ വാർസ് ആണ് ഫോർ ദ ട്രോൺ ഓഫ് ഇംഗ്ലണ്ട്. ഓക്കെ, അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ട്രോണിന് വേണ്ടി നടന്നിട്ടുള്ള ഒരു സീരീസ് ഓഫ് വാർ ആണ് എന്ത്? വാർ ഓഫ് ദ റോസസ് എന്ന് പറയുന്നത്. ഇയർ ഏതാണ്? 1455 to 1487. ഓക്കെ, ആൻഡ് മാത്രമല്ല നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു പേര് വന്നത് കാര്യങ്ങളൊക്കെ അറിയണ്ടേ അല്ലേ? ആരൊക്കെ തമ്മിലാണ് ഇത് നടന്നത്? 100 years ഓഫ് വാർ നടന്നിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലാണെങ്കിൽ ഇത് ആരൊക്കെ തമ്മിലാണ് നടന്നതെന്നൊക്കെ അറിയണ്ടേ അല്ലേ? fought between two royalties അല്ലേ? 2 royalties തമ്മിലാണ് നടന്നത്, 2 രാജകുടുംബങ്ങൾ തമ്മിലാണ് നടന്നത് ദി വാർ ഓഫ് ദ റോസസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണത്? ദ ഹൗസ് ഓഫ് യോർക്ക്. ഫസ്റ്റ് വൺ ഇസ് ദ ഹൗസ് ഓഫ് യോർക്ക്. അവരാണ് എന്തറിയപ്പെട്ടത്? വൈറ്റ് റോസ്. ഓക്കെ, അപ്പോൾ 2 റോസസ് തമ്മിലാണ് ഇത് നടന്നിട്ടുണ്ടായിരിക്കുക. ആൻഡ് ഫസ്റ്റ് വൺ ഇസ് വൈറ്റ് റോസ് അല്ലേ? വൈറ്റ് റോസിന് കിട്ടി. ആരാണത്? ദ ഹൗസ് ഓഫ് യോർക്ക് ആണ് വൈറ്റ് റോസ് എന്ന് അറിയപ്പെടുന്നത്. Then the house of Lancaster. House of Lancaster. House of Lancaster ആണ് എന്ത്? Red rose. You can see here അല്ലേ? Red rose. Red rose ആരാണ്? House of Lancaster ആണ്. House of Lancaster റെഡ് റോസും ഹൗസ് ഓഫ് യോർക്ക് അറിയപ്പെട്ടിരുന്നത് വൈറ്റ് റോസ് എന്നുമായിരുന്നു. ഓക്കെ, അങ്ങനെ ഈ 2 റെഡും വൈറ്റ് റോസസ് തമ്മിലുള്ള ഡിഷും ആയിരുന്നു എന്ത്? വാർ ഓഫ് ദ റോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ?
ആൻഡ് ഇതൊരു എന്താണ് ഇന്റേണൽ വാറാണ്. ഓക്കെ, സോ അത്രയാണ് ഈ ഒരു വാർ ഓഫ് ദി റോസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അത് എന്തായി തീർന്നു എന്നൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക്? ദെൻ അത് അവസാനിച്ചത് എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൻറി ട്യൂഡർ, ദാറ്റ് ഇസ് ഹെൻറി സെവൻത്ത്. Okay, Henry VIII defeated and killed Richard III. Okay, in Battle of Bosworth. ഏത് ബാറ്റിലാണ്? ബാറ്റിൽ ഓഫ് ബോസ്വർത്ത് in 1485. Okay, 1485 എന്താണ് റിച്ചാർഡ് തേർഡിനെ നമ്മുടെ ഹെൻറി സെവൻത്ത് ഡിഫീറ്റ് ചെയ്തു ആൻഡ് കിൽഡ്. ഓക്കെ, ആൻഡ് അങ്ങനെയാണ് എന്തായത് ഈ ഒരു വാർ ഓഫ് ദ റോസസ് എൻഡ് ആയത്. ഓക്കെ, ആൻഡ് വാർ ഓഫ് ദ റോസസ് അങ്ങനെ എൻഡ് ആയി. ദെൻ ട്യൂഡർ ഡൈനാസ്റ്റി സ്റ്റാർട്ടഡ് വിത്ത് ഹെൻറി സെവൻത്ത് അല്ലേ. വാർ ഓഫ് ദ റോസസ് എൻഡ് ആയിട്ട് പിന്നീട് അവിടെ വന്നത് എന്താണ്? ട്യൂഡർ ഡൈനാസ്റ്റിയാണ്. അതായത് നമ്മുടെ ഹെൻറി സെവൻത്ത് അല്ലെങ്കിൽ ഹെൻറി ട്യൂഡറിന്റെ ഭരണമാണ് പിന്നെ അങ്ങോട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആരിലൂടെയാണ്? ഹെൻറി സെവൻത്തിലൂടെയാണ്. ഓക്കെ, ഹെൻറി സെവൻത്തിലൂടെ ട്യൂഡർ ഡൈനാസ്റ്റി സ്റ്റാർട്ടായി. ഓക്കെ, ട്യൂഡർ ഡൈനാസ്റ്റി സ്റ്റാർട്ടായി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വാർ ഓഫ് ദ റോസസ്. അതിനാണ് എൻഡ് ആയത് അല്ലേ. സോ വാർ ഓഫ് ദ റോസസ് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ട്യൂഡർ ഡൈനാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ട്യൂഡർ ഡൈനാസ്റ്റി ഹാസ് ദ ബ്ലഡ് ഓഫ് ബോത്ത് ദ ഹൗസ് ഓഫ് യോർക്ക് ആൻഡ് ദ ഹൗസ് ഓഫ് ലങ്കാസ്റ്റർ. ഓക്കെ, അതായത് ട്യൂഡർ ഡൈനാസ്റ്റിക്ക് ദ ഹൗസ് ഓഫ് യോർക്കിന്റെ ബ്ലഡും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആരുമായിട്ടും കണക്റ്റഡ് ആയിരുന്നു? ഹൗസ് ഓഫ് ലങ്കാസ്റ്ററുമായിട്ടും കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, ഈ രണ്ട് റോയൽറ്റീസ് ആണ് അല്ലേ ഈ ഇംഗ്ലണ്ടിന്റെ ത്രോണിന് വേണ്ടിയിട്ട് അടിപിടി ഉണ്ടാക്കിയത്. സോ പിന്നീട് ഭരണത്തിൽ വന്ന ആരാണ്? ട്യൂഡർ ആണ് അല്ലെ, ഹെൻറി ട്യൂഡർ ആണ്. ട്യൂഡർ ഡൈനാസ്റ്റി ആണ് വന്നത് അല്ലേ. സോ നോക്കി, ആ ട്യൂഡർ ഡൈനാസ്റ്റി പിന്നെ പ്രശ്നമൊന്നുമില്ലാതെ പോവാൻ കാര്യം എന്താണ്? രണ്ടു പേരുടെ ബ്ലഡും ഉണ്ട് ആൾക്ക്. എങ്ങനെയാണ്? രണ്ടു പേരുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? ഈ നമ്മുടെ ട്യൂഡർ ഡിസ്റ്റന്റ് കസിൻ ഓഫ് ലങ്കാസ്റ്റർ ആണ്. ലങ്കാസ്റ്ററിന്റെ ഒരു ഡിസ്റ്റന്റ് കസിൻ ആണ്. അതോടൊപ്പം തന്നെ എന്തുവാണ്? ആൻഡ് മാരീഡ് ഫ്രം ദ ഹൗസ് ഓഫ് യോർക്ക്. ഓക്കെ, യോർക്കിന്റെ ഹൗസിനാണ് ഹൗസ് ഓഫ് യോർക്കിൽ നിന്നാണ് എന്ത് ചെയ്തത്? മാരി ചെയ്തത്. ഓക്കെ, സോ ആൾ അവരുടെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആൻഡ് ലങ്കാസ്റ്ററിന്റെ ഒരു ഡിസ്റ്റന്റ് കസിനൂടെയാണ്. അപ്പൊ രണ്ട് പേരുമായിട്ട് കണക്ഷൻ ആയി അല്ലെ ട്യൂഡറിന്. സോ എന്താണ്? ട്യൂഡർ ഡൈനാസ്റ്റിക്ക് ഈ ഒരു രണ്ട് ഹൗസിന്റെ ബ്ലഡ് ഉണ്ടെന്ന് പറയാം അല്ലെ. ആൻഡ് അതാണ് ട്യൂഡർ ഡൈനാസ്റ്റിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റോസിന് എന്ത് സംഭവിച്ചു? നമ്മളിപ്പോ റോസിനാണെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ റോസസിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹൗസ് ഓഫ് യോർക്കിന്റെ വൈറ്റ് റോസും ലങ്കാസ്റ്ററിന്റെ റെഡ് റോസും തമ്മിലുള്ള യുദ്ധത്തിൽ അവസാനം ജയിച്ചത് ട്യൂഡർ ആണ്. ആൻഡ് വാട്ട് ഹാപ്പൻ ടു ആ റോസ് അല്ലേ? നമ്മളെ റോസിന് എന്ത് പറ്റി? നമ്മളെ റോസ് ഇങ്ങനെ ആയിടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ലങ്കാസ്റ്ററിന്റെ റെഡ് റോസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ വൈറ്റ് റോസ് ഓഫ് യോർക്ക് അല്ലെ. യോർക്കിന്റെ വൈറ്റ് റോസ് ആണിത്. ആൻഡ് ദിസ് ഈസ് ദ ട്യൂഡർ റോസ്. കണ്ടില്ല, ആ റെഡ് റോസും വൈറ്റ് റോസിന്റെയും ബോത്ത് ഹൗസസിന്റെ ബ്ലഡ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ എന്തായി മാറി? ആ ട്യൂഡർ റോസ് ഇങ്ങനെയാണുള്ളത്. ഇതാണ് റെഡ് അല്ലെ, ലങ്കാസ്റ്ററിന്റെ റെഡ് കളർ ഉണ്ട്. ആൻഡ് യോർക്കിന്റെ ഹൗസ് ഓഫ് യോർക്കിന്റെ വൈറ്റ് കളർ മിക്സ് ആയിട്ടുള്ള റോസ് ആണ്. റെഡ് ആൻഡ് വൈറ്റ് റോസ് ആണ് ആരുടെ റോസ്? ട്യൂഡർ റോസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സിമ്പിൾസ് നോക്കി വെക്കാം. ഈ റെഡ് റോസ് ആരാണ്? ദിസ് റെഡ് റോസ് ഇസ് ലങ്കാസ്റ്റർ അല്ലെ. വൈറ്റ് റോസ് ആരുടെയാണ്? യോർക്കിന്റെ ആണ്. ആൻഡ് ഈ ഒരു റെഡ് പ്ലസ് വൈറ്റ് റോസ് ആരുടെയാണ്? ട്യൂഡർ റോസ് ആണ്. ഓക്കെ, അങ്ങനെ ഇതാണ് നമ്മുടെ റോസിന് സംഭവിച്ചത്. ഇതാണ് ട്യൂഡർ റോസ്. ഓക്കെ, ആൻഡ് അതിൽ കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ക്ലിയർ. ദെൻ നമുക്ക് ആ ഒരു വാർ ഓഫ് ദ റോസസ് ഒക്കെ അവസാനിച്ച് എന്താ സംഭവിച്ചതെന്ന് അറിയണ്ട അല്ലേ. പീസ് റിട്ടേൺ ടു ഇംഗ്ലണ്ട് വിത്ത് ട്യൂഡർ ഡൈനാസ്റ്റി അല്ലേ. ട്യൂഡർ ഡൈനാസ്റ്റിയിൽ നമുക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് പിന്നീട് ഇംഗ്ലണ്ടിൽ ഉണ്ടായത്. അപ്പം ഭയങ്കരമായിട്ട് ആ ഒരു അടിപിടി വാർ കാര്യങ്ങൾ കെയർസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ആൻഡ് ട്യൂഡർ ഡൈനാസ്റ്റി സെറ്റിൽഡ് ആയി. ആൻഡ് എന്താണ്? പീസ് റിട്ടേൺ ടു ഇംഗ്ലണ്ട് അല്ലേ. ഇംഗ്ലണ്ട് അങ്ങനെ പീസ്ഫുൾ ആയി അടിപൊളിയായി. ഓക്കെ, ആൻഡ് ഹെൻറി സെവൻത്ത് എൻകറേജ്ഡ് എഡ്യൂക്കേഷൻ അല്ലേ. ഹെൻറി സെവൻത്ത് എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്തിരുന്നു. നല്ല കാര്യമാണ് അല്ലേ, നല്ല ആളാണ്. ആൻഡ് from the age of revival we can see the presence of renaissance in England അല്ലേ. ഏജ് ഓഫ് റിവൈവലിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഒരു റിനൈസൻസിന്റെ പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്താണ്? ഹെൻറി സെവൻത്ത് എന്ത് പ്രൊമോട്ട് ചെയ്തിരുന്നു? എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തിരുന്നു അല്ലെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എൻകറേജ് ചെയ്തിരുന്ന ഒരാളായിരുന്നു അല്ലെ. സോ എന്ത് നമുക്ക് അപ്പോൾ അവിടെ കാണാൻ പറ്റും? റിനൈസൻസ് കാണാൻ പറ്റൂടെ. അതിലിപ്പോൾ ഇത്ര കൺഫ്യൂഷൻ എന്താ? ഫ്രം ദ ഏജ് ഓഫ് റിവൈവൽ അപ്പം നമുക്ക് എന്ത് കാണാൻ പറ്റും? റിനൈസൻസ് കാണാൻ പറ്റും അല്ലേ. ഇംഗ്ലണ്ടിൽ റിനൈസൻസ് കാണാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഹെൻറി
ആരാണ് ഹെൻറി ആരാണ്? സക്സീഡഡ് ഹിസ് ഫാദർ ഹെൻറി സെവൻത്ത് അല്ലേ? ഹെൻറി സെവൻത്തിന്റെ മകനാണ് ഹെൻറി എയ്ത്ത് അല്ലെ? ഹെൻറി എയ്ത്ത് എന്താണ് സക്സീഡഡ് ഹിസ് ഫാദർ ഹെൻറി സെവൻത്ത് ആൻഡ് ബിക്കെയിം ദ നെക്സ്റ്റ് കിങ് ഓഫ് ഇംഗ്ലണ്ട് എന്നാണ് പറയുന്നത് അല്ലെ? ഇംഗ്ലണ്ടിന്റെ അടുത്ത രാജാവ് ആരായി മാറി? ഹെൻറി സെവൻത്തിന്റെ മകനായിട്ടുള്ള ഹെൻറി എയ്ത്ത് ആയി മാറി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ട്യൂഡർ ഡൈനാസ്റ്റി ഇങ്ങനെ പൂർവ്വമാണ്. ആൻഡ് ഹെൻറി സെവൻത്ത് കഴിഞ്ഞു. അങ്ങനെ ഹെൻറി സെവൻത്തിന്റെ മകനായ ഹെൻറി എയ്ത്ത് പാരായി കിങ് ആയി മാറുവാണ്. ഓക്കെ, സോ ഹെൻറി എയ്ത്ത് എങ്ങനെ വന്നതിന് ശേഷം എന്താ സംഭവിച്ചറിയണ്ടേ അല്ലേ? ഹെൻറി എയ്ത്ത് വന്നതിന് ശേഷം ഫുൾ കല്യാണം. ഇംഗ്ലണ്ട് നേരെ കല്യാണമാണ് ഇത് ആയിരിക്കും അല്ലേ? അതായത് ഹെൻറി എയ്ത്ത് ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഹെൻറി എയ്ത്ത് മാരീഡ് 6 times. ഓക്കെ, 6 തവണ കല്യാണം കഴിച്ചു. എന്തിനു വേണ്ടി? എന്തിനാണ് ഇങ്ങനെ കല്യാണം കഴിക്കുന്നത് അല്ലേ? ഫോർ എ സൺ അല്ലേ? ഒരു ആൺകുട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു ആൺകുട്ടീനെ കിട്ടാൻ വേണ്ടി ഇയാൾ കല്യാണം കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? സോ ഫസ്റ്റ് വൈഫ് ആരാണ്? ഹെൻറി എയ്ത്തിന്റെ ഫസ്റ്റ് വൈഫ് എന്ന് പറയുന്നത് കാതറിൻ ഓഫ് ആരഗൺ ആണ്. കാതറിൻ ഓഫ് ആരഗൺ ആൻഡ് ഷി വാസ് എ കത്തോലിക്. ഓക്കെ, ഒരു കത്തോലിക് ആയിരുന്നു. കാതറിൻ ഓഫ് ആരഗൺ എന്ന് പറയുന്നത് കത്തോലിക് ആയിരുന്നു. ആൻഡ് കാതറിനെ കല്യാണം കഴിച്ചു. ആക്ക് ഫസ്റ്റ് എന്താണ് ഉണ്ടായത്? മകളാണ് ഉണ്ടായത്. ഡോട്ടർ വാസ് മേരി അല്ലേ? കാതറിന്റെ മകളാണ് മേരി. ആൻഡ് ഫസ്റ്റ് ഭാര്യയിൽ മകളാണല്ലോ ഉണ്ടായത്. സോ ഒബ്വിയസ്ലി ആൾ എന്ത് ചെയ്യും? ഈ ഭാര്യനെയും മകളെയും ഒഴിവാക്കും അല്ലേ? സോ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. ലേറ്റർ ഹി നളിഫൈഡ് ഹിസ് മാരേജ് വിത്ത് കാതറിൻ ബിക്കോസ് ഷി കുഡന്റ് ഗിവ് ഹിം എ സൺ ആൻഡ് ഓൾസോ ഇൻഹെറിറ്റഡ് മേരി. ഓക്കെ, അങ്ങനെ രണ്ടുപേരെയും പതുക്കെ ആളെന്താക്കി? തേച്ചു അല്ലേ? തേച്ചു. സോ അതാണ് ഫസ്റ്റ് മാരേജിന്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് സെക്കൻഡ്ലി ഹി മാരീഡ് ആൻ ബോളീൻ. ഷി വാസ് എ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിരുന്നു. ആൻഡ് ആളുടെ ഡോട്ടർ ആണ് ആര്? എലിസബത്ത്. ഈ പേര് എവിടെയും കേട്ടിട്ടുണ്ടാവും. ഇത് അതന്നെയാണ്. ആരാണ്? നമ്മുടെ ക്യൂൻ എലിസബത്ത് തന്നെയാണ്. എലിസബത്തിൻ ഏജിലെ ക്യൂൻ ആയിട്ടുള്ള ക്യൂൻ എലിസബത്ത് തന്നെയാണ് ഇത്. ആൻഡ് then Henry VIII sentenced Anne Boleyn to death and disinherited Elizabeth എന്നാണ് പറയുന്നത്. അതായത് ആള് ഈ ഒരു എലിസബത്തിന്റെ മദറായിട്ടുള്ള ആൻ ബോലെയിനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളില്ലാത്ത കാര്യങ്ങൾ മീൻസ് ഓരോ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ കെട്ടിച്ചമച്ച് തലയിൽ വെച്ച് കൊടുത്ത് അങ്ങനെ ഇല്ലാതാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് തന്നെ. സോ ആളെന്ത് ചെയ്തു? ആൻ ബോലെയിനെ കൊന്നു കളഞ്ഞു ആൻഡ് ഡിസ്ഇൻഹെറിറ്റഡ് എലിസബത്ത്. സോ എലിസബത്തും ആൻ ബോളിനും അങ്ങനെ അവസാനിച്ചു. ദെൻ തേർഡ് മാരേജ് അല്ലേ? മൂന്നാമത് കല്യാണം കഴിച്ചത് ആരാണ്? ജെയിൻ സെയ്മറിനെയാണ്. ജെയിൻ സെയ്മർ. ഓക്കെ, ആളുടെ വൈഫിനൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. മൂന്നാമത് ആരാണ്? ജെയിൻ സെയ്മർ ആണ്. ആള് പ്രൊട്ടസ്റ്റന്റ് ആണ്. ആൻഡ് എന്താണ് സംഭവിച്ചത്? സൺ അല്ലേ? മകനുണ്ടായി അല്ലേ? ആരാണ്? എഡ്വേർഡ് 6th ആണ്. നമ്മുടെ ഹെൻറി എയ്ത്തിന്റെ ഫസ്റ്റ് സൺ എന്ന് പറയുന്നത്. ആകെ ഒരു മകനാണ് കിട്ടിയത്. ആരാണത്? എഡ്വേർഡ് 6th ആണ്. ആൻഡ് ഹി ക്രൗൺഡ് അറ്റ് ദ ഏജ് ഓഫ് 9 അല്ലെ? 9 വയസ്സുള്ളപ്പോൾ തന്നെ അത് ആരാക്കി മാറ്റി? ഹെൻറി എയ്ത്ത് രാജാവാക്കി മാറ്റി അല്ലേ? അങ്ങനെ ക്രൗൺഡ് ആയി. ദെൻ എഡ്വേർഡ് 6th എലിമിനേറ്റഡ് മെനി കത്തോലിക് പ്രാക്ടീസസ് ആൻഡ് ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 15 അല്ലേ? കഷ്ടമായി. ആള് 15ാമത്തെ വയസ്സിൽ ഈ കുട്ടി മരിക്കുകയാണ്. ആൻഡ് എഡ്വേർഡ് 6th അതിന് മുന്നേ തന്നെ എന്തൊക്കെയൊക്കെ ചെയ്ത് കൂട്ടിക്കുന്നില്ല. എന്താണ്? എലിമിനേറ്റഡ് മെനി കാത്തലിക് പ്രാക്ടീസസ് അല്ലേ? ഒരുപാട് കാത്തലിക് പ്രാക്ടീസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ആള് മരിച്ചിട്ടുള്ളത്. ബിക്കോസ് ഹിസ് മദർ വാസ് എ പ്രൊട്ടസ്റ്റന്റ് അല്ലേ? പ്രൊട്ടസ്റ്റന്റ് ആണ് അല്ലേ? അമ്മ പ്രൊട്ടസ്റ്റന്റ് ആണ്. സോ ആളും പ്രൊട്ടസ്റ്റന്റ് തന്നെയാണ്. ആൻഡ് കാത്തലിക് പ്രാക്ടീസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു അല്ലേ? കുറേ കാത്തലിക് പ്രാക്ടീസസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഡൈഡ് അറ്റ് ദ ഏജ് ഓഫ് 15 അല്ലെ? ആഫ്റ്റർ റൂളിംഗ് ഓൺലി 6 years കേട്ടോ. ആകെ 6 വർഷം മാത്രമേ ആർക്ക് ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ? എഡ്വേർഡ് 6th ഭരിക്കാൻ പറ്റിയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ പറ്റാവുന്ന അത്രയും കാത്തലിക് പ്രാക്ടീസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. കാത്തലിക്സിനെ ഉപദ്രവിച്ചു അല്ലേ? ഒരുപാട് അവരുടെ പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്തു. ദെൻ അറ്റ് ദ ഏജ് ഓഫ് 15 ആള് മരിച്ചു. ഓക്കെ, ദെൻ ഇത് നമ്മൾ പറഞ്ഞില്ലേ 6 times കല്യാണം കഴിച്ചിട്ടുണ്ട്. ആൻഡ് ആ 6 times കല്യാണം കഴിച്ച വൈഫ്സ് ആരൊക്കെ എന്ന് അറിയണ്ടേ അല്ലേ? അപ്പോൾ 4th one എന്ന് പറയുന്നത് ആൻ ഓഫ് ക്ലീവ്സ് ആണ്. ഓക്കെ, ആൻ ഓഫ് ക്ലീവ്സ്. ദെൻ 5th one is കാതറിൻ ഹോവാർഡ് ആൻഡ് 6th one is കാതറിൻ പാൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും 6 വൈഫ്സിനെ പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൻറി 8th ആ ഒരു 6 ഭാര്യമാരുടെ പേര് എന്തായാലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, ജസ്റ്റ് വെറുതെ ഒന്ന് ആ ഒരു ഓർഡറിൽ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, വെറുതെ അല്ല, ആവശ്യമുണ്ട്, പഠിച്ചു വെക്കാം. ഓക്കെ, സോ അത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞത്? ആരൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ വഴിക്ക് പോകുന്നുണ്ടെന്നല്ലല്ലോ കരുതുന്നത്.
എന്താണ് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. വാർ ഓഫ് ദ റോസസിൽ സ്റ്റാർട്ടായി ട്യൂഡർ ഡൈനാസ്റ്റിയിലെത്തി ആൻഡ് നമ്മുടെ ഹെൻറി സെവൻത്തിന് ശേഷം നമ്മുടെ ഹെൻറി എയ്ത്ത് ക്രൗണിൽ വരുവാണ്, ആള് രാജാവാണ്. ആൻഡ് ദെൻ എന്താണ് സംഭവിക്കുന്നത്, ആൾ ഇത്രയും മാരി ചെയ്തു അല്ലെ, 6 times മാരീഡ് ആണ് ആള്. അപ്പൊ ആ വൈഫ്സിന്റെ കാര്യങ്ങളും ആരൊക്കെയാണ് മക്കൾ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ അല്ലെ. ദെൻ ബ്ലഡി മേരി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ, ബ്ലഡി മേരീനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ബ്ലഡി മേരി ആരാണ്? മേരി ദ ഫസ്റ്റ് ഡോട്ടർ ഓഫ് ഹെൻറി എയ്ത്ത് അല്ലെ, ആദ്യത്തെ ഡോട്ടർ കേസ് പറഞ്ഞു അല്ലെ, നമ്മളെ കാതറിന്റെ ഡോട്ടർ കേസ് പറഞ്ഞു. ആരായിരുന്നു? മേരിയാണ്. ദ ഫസ്റ്റ് ഡോട്ടർ അല്ലെ, ഫസ്റ്റ് ഡോട്ടർ ഓഫ് ഹെൻറി എയ്ത്ത് ആൻഡ് ബിക്കെയിം ദ നെക്സ്റ്റ് റൂളർ അല്ലെ. ആരാണ്? നമ്മളെ എഡ്വേർഡ് സിക്സ്ത്തിന് ശേഷം ആര് റൂളറായി മാറുവാണ്? മേരി റൂളറായിട്ട് മാറുവാണ്. ഓക്കെ, എഡ്വേർഡ് സിക്സ്ത് മരിച്ചല്ലോ ആൻഡ് മേരി റൂളറായിട്ട് മാറുവാണ് 1553 ഓക്കെ, 1553 മേരി റൂളറായിട്ട് മാറുന്നത്. ആൻഡ് ഷീ റീഇൻസ്റ്റിറ്റ്യൂട്ടഡ് കത്തോലിസിസം ആൻഡ് എക്സിക്യൂട്ടഡ് പ്ലന്റി ഓഫ് പ്രൊട്ടസ്റ്റൻസ് അല്ലേ. അപ്പം ഒരുപാട് പ്രൊട്ടസ്റ്റൻസിനെ ആൾ എന്ത് ചെയ്തു? എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് ആളുടെ മദർ എന്താണ്? കത്തോലിക്കാണ്. സോ ആളും കത്തോലിക് തന്നെയാണ്. ആൻഡ് അത് നമ്മുടെ എഡ്വേർഡ് സിക്സ്ത് കത്തോലിക് പ്രാക്ടീസസ് ഒക്കെ എലിമിനേറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം ബ്ലഡി മേരി വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മേരി വന്നിട്ട് വീണ്ടും അത് റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണ് അല്ലെ, റീഇൻസ്റ്റേറ്റ് ചെയ്തു കാത്തലിസിസം ആൻഡ് എക്സിക്യൂട്ടഡ് പ്ലെന്റി ഓഫ് പ്രൊട്ടസ്റ്റൻസ്. ഓക്കെ, ആള് നമ്മുടെ എഡ്വേർഡ് സിക്സ്ത് കാത്തലിക് പ്രാക്ടീസസിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. അത് എലിമിനേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ പ്രൊട്ടസ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു ആര്? മേരി. ഓക്കെ, എക്സിക്യൂട്ടഡ് പ്ലെന്റി ഓഫ് പ്രൊട്ടസ്റ്റൻസ് ആൻഡ് നിക്നെയിംഡ് ബ്ലഡി മേരി. അങ്ങനെയാണ് ബ്ലഡി മേരി എന്നറിയപ്പെടാൻ തുടങ്ങിയത്. ഓക്കെ, ദെൻ ഈ ഒരു നിക്നെയിം കിട്ടിയത് എങ്ങനെയാണ്? ഒരുപാട് പ്ലെന്റി ഓഫ് പ്രൊട്ടസ്റ്റൻസിനെ എക്സിക്യൂട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് ബ്ലഡി മേരി എന്നറിയപ്പെടാൻ തുടങ്ങിയത് നമ്മുടെ ഹെൻറി എയ്ത്തിന്റെ ഫസ്റ്റ് ഡോട്ടർ ആയിട്ടുള്ള മേരി. ഓക്കെ, ദെൻ ഷീ റൂൾഡ് ഓവർ ഓൺലി 5 years അല്ലെ. ആ 5 വർഷത്തിനുള്ളിൽ തന്നെ പക്ഷെ പറ്റാവുന്ന അത്രയും പ്രൊട്ടസ്റ്റൻസിനൊക്കെ ഒന്നൊടുക്കിയിട്ടുണ്ടല്ലടാ. ആൻഡ് ഷീ ഓൺലി റൂൾഡ് ഫോർ 5 years അല്ലേ. അങ്ങനെ അതാണ് നമ്മുടെ ബ്ലഡി മേരിയുടെ കേസ് അല്ലേ. മേരിയുടെ കാര്യങ്ങളൊക്കെ അത്രയാണ് പറയാനുള്ളത്. ആൻഡ് ഇനി നമുക്ക് നെക്സ്റ്റ് റൂളർ ആരാന്നുള്ളത് നോക്കാം അല്ലേ. ഫൈനലി ഇൻ 1558 അല്ലേ, ഏത് ഇയറിലാണ്? 1558 ക്യൂൻ എലിസബത്ത് ദ സെക്കൻഡ് ഡോട്ടർ ഓഫ് ഹെൻറി എയ്ത്ത് അല്ലേ. മേരി കഴിഞ്ഞു, ദെൻ നമുക്ക് എലിസബത്ത് ആയിരുന്നുണ്ടായിരുന്നു. ആൻഡ് തേർഡ് ആണ് ആര്? എഡ്വേർഡ് സിക്സ്ത് അല്ലേ. സോ മേരി എന്താ ആരാവാണ്? ക്യൂനായി വരുവാണ് അല്ലേ. ക്യൂൻ എലിസബത്ത് ദ സെക്കൻഡ് ഡോട്ടർ ഓഫ് ഹെൻറി എയ്ത്ത് became the Queen of England and thus began the golden period അല്ലേ. The golden period, that is the Elizabethan age. അപ്പോൾ നമ്മൾ ചോദിക്കാം ലിറ്ററേച്ചറിന് അല്ലെങ്കിൽ മൊത്തത്തിൽ ഇംഗ്ലണ്ടിന് തന്നെ ഒരു ഗോൾഡൻ എറ അല്ലെങ്കിൽ ഗോൾഡൻ പീരിയഡ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെഴുതും? ഏതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്? എലിസബത്തൻ ഏജ് ആണ്. ആ ഒരു ഗോൾഡൻ അങ്ങ് എലിസബത്തിന്റെ കൂടെ ചേർത്ത് വെച്ചേക്കാം. ഓക്കെ, ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എലിസബത്തൻ ഏജ് തന്നെയാണ്. അത് ലിറ്ററേച്ചറിനായിക്കോട്ടെ ആർട്ടിനായിക്കോട്ടെ എന്തിനായാലും നമ്മുടെ ഇംഗ്ലണ്ടിൽ തന്നെ ഗോൾഡൻ പീരിയഡ് എന്താണ്? എലിസബത്തൻ പീരിയഡ് ആണ് അല്ലെങ്കിൽ എലിസബത്തൻ ഏജ് ആണ്. ഓക്കെ, അതൊരിക്കലും തെറ്റിക്കരുത്. ഓക്കെ, ആൻഡ് അത് അത്രയും നല്ല ഇതിൽ തന്നെ ഓർത്ത് വെക്കുക, അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദെൻ despite being a Protestant, she allowed both Catholics and Protestants to live in peace അല്ലേ. എങ്ങനെയാണ് ഇത് ഒരു ഗോൾഡൻ ഏജ് ആയി മാറുന്നതെന്ന് അല്ലേ. അതായത് നമുക്ക് നമ്മുടെ എലിസബത്തിന് വേണമെങ്കിൽ ആളുടെ അമ്മയെ പോലെ തന്നെ എന്തായി മാറാം? ഒരു പ്രൊട്ടസ്റ്റന്റ് ആയിട്ട് മാറായിരുന്നു അല്ലേ. നമ്മൾ മേരി ആണെങ്കിൽ കാത്തലിക് ആയി മാറി, പ്രൊട്ടസ്റ്റൻസിനെ എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് എഡ്വേർഡ് അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റന്റ് ആയി മാറി, കാത്തലിക് പ്രാക്ടീസസ് എലിമിനേറ്റ് ചെയ്തു. അതുപോലെ വേണമെങ്കിൽ നമ്മൾ എലിസബത്തിനും എന്ത് ചെയ്യായിരുന്നു? ഒരു പ്രൊട്ടസ്റ്റന്റ് ആയി മാറി കാത്തലിക്സിനെ അടിച്ചമർത്തായിരുന്നു. കാത്തലിക് പ്രാക്ടീസസ് ഒക്കെ ആൾക്ക് ബാൻ ചെയ്യായിരുന്നു, എന്ത് വേണേൽ ചെയ്യായിരുന്നു. പക്ഷെ ആളെന്താ ഇത്? ആള് despite being a Protestant, she allowed both Catholics and Protestants to live in peace അല്ലേ. അവരെല്ലാവരെയും എന്താ പറയുക സമാധാനമായിട്ട് ജീവിക്കാൻ വിടുകയാണ് ചെയ്തത് അല്ലേ. നല്ല ആളാണ് അല്ലേ. അതുകൊണ്ടാണ് എന്തായി മാറുന്നത്? നമ്മുടെ ഇത് ഗോൾഡൻ ഏജ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ despite being a Protestant, she allowed both Catholics and Protestants to live in peace. Then calm, stable, enriching period അല്ലേ. അപ്പോൾ എന്താ പറയുക ഗോൾഡൻ ഏജ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് എന്താണ്? കാമാണ്, സ്റ്റേബിൾ ആണ്, ആൻഡ് എൻറിച്ചിങ് പീരിയഡ് ഓൾസോ അല്ലേ. ആ ഒരു പീരിയഡ് അത്രയും അടിപൊളിയായിരുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, അങ്ങനെ നമ്മുടെ ഈ ഒരു എന്താണ് ഏജ് ഓഫ് റിവൈവൽ വാറിലും ആ ഒരു ക്യാവിസിലും ഭയങ്കര പ്രശ്നങ്ങളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്
എൻ്റർ ഇൻ എ സെറ്റിൽ ഡൈനാസ്റ്റിയിൽ അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഏജിലാണ് ഈ ഒരു ഏജ് ഓഫ് റിവൈവൽ എത്തിയിരിക്കുന്നത്, അല്ലെ ഏജ് ഓഫ് റിവൈവൽ അവസാനിക്കുന്നത് അങ്ങനെ എലിസബത്തിൻ പീരിയഡിലാണ്. ഓക്കെ, സോ അത്രയാണ് വാർ ഓഫ് ദ റോസസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത്, നമ്മുടെ ഏജ് ഓഫ് റിവൈവൽ ആ ഒരു ഹിസ്റ്റോറിക് ഇവൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, വാർ ഓഫ് ദ റോസസ് അങ്ങനെ അവിടെ സ്റ്റാർട്ടായി ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഓക്കെ, അതിനിടയ്ക്ക് സെക്കൻഡ് ഹിസ്റ്റോറിക് ഇവൻറ്റ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ, അല്ലേ, അതാണ് രണ്ടാമത് വരുന്ന നമ്മുടെ ഹിസ്റ്റോറിക് ഇവൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഏജ് ഓഫ് റിവൈവൽ ഈസ് ദ ഏജ് ഓഫ് റിഫോർമേഷൻ, അല്ലേ, അതായത് നമ്മുടെ ഏജ് ഓഫ് റിവൈവൽ എന്തും കൂടി അറിയപ്പെടുന്നുണ്ട്, ഏജ് ഓഫ് റിഫോർമേഷൻ എന്നും അറിയപ്പെടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഏജ് ഓഫ് റിഫോർമേഷൻ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും ഏജ് ഓഫ് റിവൈവലിന്. ഓക്കെ, അങ്ങനെ ഏജ് ഓഫ് റിഫോർമേഷൻ എന്ന് കൂടി പറയാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ. യാ, ഓൾസോ നോൺ ആസ് ഏജ് ഓഫ് റിഫോർമേഷൻ. ആൻഡ് what was the Protestant Reformation? എന്താണ് Protestant Reformation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലീജിയസ് മൂവ്മെൻ്റ് ആണ്, റിലീജിയസ് മൂവ്മെൻ്റ് ആണ്. എന്ത് റിലീജിയസ് മൂവ്മെൻറ്റ്, എന്താണ് അല്ലേ, എന്താണ് അത് അറിയണ്ടേ? സോ നമുക്കത് നോക്കാം. എന്താണ് Protestant Reformation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the movement was against the rigid practices of the Catholic Church and corruption amidst the clergy. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു റിലീജിയസ് മൂവ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഈ ഒരു മൂവ്മെൻറ്റ് എന്താണ് എയിം ചെയ്യുന്നത്, റിലീജിയസ് മൂവ്മെൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്താണ്, അല്ല എന്താണ് അതിൻ്റെ എയിം, എന്താണ്? The movement was against the rigid practices of the Catholic Church and corruption amidst the clergy, അല്ലേ, കത്തോലിക് ചേർച്ചിൻ്റെ റിജിഡ് പ്രാക്ടീസസ്, അല്ലേ, അതായത് കാത്തലിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ആ ഒരു നമ്മുടെ ക്ലർജിയുടെ അല്ലെങ്കിൽ നമ്മുടെ ചേർച്ചിൻ്റെ ഒരു എന്താ പറയുക റിലീജിയസ് പ്രാക്ടീസസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അതിനോട് കൂടുതൽ എന്തായിരിക്കും, അറ്റാച്ച്ഡ് ആയിരിക്കും. ആൻഡ് ആ ഒരു റിജിഡ് ആയിട്ടുള്ള കാത്തലിക് ചേർച്ചിൻ്റെ ആ ഒരു റിജിഡ് പ്രാക്ടീസസിനെയും അതുപോലെ തന്നെ ഇവരുടെ ക്ലർജിയുടെ ഇടയിലുള്ള ചെറിയ കറപ്ഷൻസ് കാര്യങ്ങൾക്കും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊട്ടസ്റ്റൻസ് ആയിരിക്കുമല്ലോ അത് നടത്തിയിട്ടുണ്ടാവുക അല്ലേ. സോ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത് അതാണ് ഈ കാത്തലിക് ചേർച്ചിൻ്റെ ആ ഒരു റിജിഡ് പ്രാക്ടീസസും അതുപോലെ അവരുടെ ക്ലർജിയുടെ ഇടയിലുള്ള കറപ്ഷനും കാര്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഒരു റിലീജിയസ് മൂവ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏജ് ഓഫ് റിവൈവലാണ് നടന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ബിഗാൻ ഇൻ വിറ്റൻബർഗ് ജർമ്മനി ഇൻ 1517. ഓക്കെ, എവിടെയാണ് നടന്നത്, എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഓക്കെ, നടന്നല്ല, എവിടെ സ്റ്റാർട്ട് ചെയ്തത്? വിറ്റൻബർഗിലാണ്. ഓക്കെ, ജർമ്മനിയിലെ വിറ്റൻബർഗിലാണ് സ്റ്റാർട്ട് ചെയ്തത്. എപ്പോൾ 1517 ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇതിനൊരു ലീഡർ ഉണ്ടായിരിക്കും അല്ലേ. സോ ആരാണ് ഇതിൻ്റെ ലീഡർ, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ്റെ ലീഡർ ആരാണെന്ന് അറിയോ? ആരെങ്കിലും ആരെങ്കിലും സ്ലൈഡ് മാറ്റുന്നതിന് മുന്നേ ഒന്ന് കമൻറ്റ് ചെയ്തേ, ആരാണ് പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ്റെ ലീഡർ ആരാണ്? യാ, മാർട്ടിൻ ലൂതർ ആണ് അല്ലേ, മാർട്ടിൻ ലൂതർ ആണ്. Yeah, the Protestant Reformation movement was started by Martin Luther, a German monk. അപ്പോൾ ആരാ സ്റ്റാർട്ട് ചെയ്തത്? മാർട്ടിൻ ലൂതർ ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. ആൻഡ് മാർട്ടിൻ ലൂതർ ആരാണ്? ജർമ്മൻ മങ്ക് ആണ് അല്ലേ. ആൻഡ് ഹിസ് ഫോളോവേഴ്സ് വർ കോൾഡ് പ്രൊട്ടസ്റ്റന്റ്, അല്ലേ, അതായത് മാർട്ടിൻ ലൂതറിന്റെ ഫോളോവേഴ്സിനാണ് എന്തറിയപ്പെടുന്നത്, പ്രൊട്ടസ്റ്റന്റ്സ് എന്ന് അറിയപ്പെട്ടിരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, യാ, ദെൻ മാർട്ടിൻ ലൂതർ wanted people to read the Bible and interpret it in their own way instead of blindly listening to the clergy. ഓക്കെ, അപ്പോൾ മാർട്ടിൻ ലൂതർ എന്തിനു വേണ്ടിയാണ് ഇത് നടത്തുന്നത്? അതായത് മാർട്ടിൻ ലൂതറുടെ എയിം എന്തായിരുന്നു? ആൾക്ക് എന്താ വേണ്ടത്? മാർട്ടിൻ ലൂതർ wanted to people read ബൈബിൾ വായിച്ചിട്ട് അവരുടേതായ രീതിക്ക് ആൾക്കാർ അവരുടേതായ രീതിക്ക് അതിനെ വ്യാഖ്യാനിക്കുക, അല്ലെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആർക്ക് വേണ്ടത്? മാർട്ടിൻ ലൂതറിന് വേണ്ടത്. അല്ലാതെ ആ ഒരു ക്ലർജീന് അല്ലെങ്കിൽ ചേർച്ചിന് ഇതാണ് ബൈബിളിൻ്റെ വേ ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ അവർ പറയുകയാണെങ്കിൽ അവരുടെ ഒരു വേയിൽ അവർ വായിച്ചിട്ട് ഇതൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ അതങ്ങ് ബ്ലൈൻഡ്ലി വിശ്വസിക്കാതെ നമ്മൾ കണ്ണും പൂട്ടി ഓക്കെ അതന്നെയാണ് അവർ പറയുന്നത് തന്നെയാണ് ശരി അങ്ങനെ വിശ്വസിക്കാതെ ഓരോരുത്തരും ആൾക്കാർ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ബൈബിൾ വായിച്ച് അവരുടേതായ ഇൻ്റർപ്രിട്ടേഷൻസ് അതിന് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു ആരുടെയും മാർട്ടിൻ ലൂതറുടെ എയിം. ഓക്കെ, ആൻഡ് യാ, അപ്പം നമുക്ക് ബ്ലൈൻഡ്ലി അങ്ങനെ ക്ലർജിനെ വിശ്വസിക്കാൻ പാടില്ല എന്നാണ് ആര് പറയുന്നത്? മാർട്ടിൻ ലൂതർ പറയുന്നത് അല്ലേ. സോ
സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്? വാർ ഓഫ് ദ റോസസ് ആണ് അല്ലേ, കാര്യമായിട്ട് പറഞ്ഞത് വാർ ഓഫ് ദ റോസസിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ആൻഡ് വാർ ഓഫ് ദ റോസസ് പറഞ്ഞു എന്തൊക്കെയാണെന്നു, ഭയങ്കര പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ അല്ലേ. ദ യോർക്ക് ആൻഡ് ദ ഹൗസ് ഓഫ് യോർക്ക് ആൻഡ് ദ ഹൗസ് ഓഫ് ലങ്കാസ്റ്റർ. ആരുടെ ആയിരുന്നു വൈറ്റ് റോസ്? ആരായിരുന്നു വൈറ്റ് റോസ്? ഒന്ന് കമന്റ് ചെയ്തേ, ആരാണ് വൈറ്റ് റോസ് എന്ന്. ഓക്കെ, ദെൻ ആരായിരുന്നു റെഡ് റോസ്? അത് കൺഫ്യൂഷൻ വരരുത്. ആരായിരുന്നു വൈറ്റ് റോസ് എന്ന് പറയുന്നത്? ദ ഹൗസ് ഓഫ് യോർക്കും റെഡ് റോസ് എന്ന് പറയുന്നത് ദ ഹൗസ് ഓഫ് ലങ്കാസ്റ്ററും ആയിരുന്നു. ആൻഡ് ഇവർ തമ്മിൽ നടന്നിട്ടുള്ള ഒരു ഇന്റേണൽ വാർ ആയിരുന്നു എന്തെന്ന് പറയുന്നത്, വാർ ഓഫ് ദ റോസസ് എന്ന് പറയുന്നത്. ആൻഡ് അതിൽ ആരാ ജയിച്ചത്? ഹെൻറി സെവൻത്ത് അല്ലെ, ഹെൻറി സെവൻത്ത്, അതായത് ഹെൻറി ട്യൂഡർ ജയിക്കുകയാണ്. ആൻഡ് ട്യൂഡർ ഡൈനാസ്റ്റി സെറ്റിൽഡ് ആവുകയാണ്. ആൻഡ് ട്യൂഡർ ഡൈനാസ്റ്റിയുടെ റോസ് എന്തായിരുന്നു? റെഡും വൈറ്റും മിക്സ്ഡ് ആയിരുന്നു അല്ലേ. ആൻഡ് റെഡ് ആൻഡ് വൈറ്റ് റോസ് മിക്സ്ഡ് ആയിട്ടുള്ള ട്യൂഡർ ഡൈനാസ്റ്റി സെറ്റിലായി. ആൻഡ് ദെൻ നമ്മുടെ ഹെൻറി സെവൻത്തിന് ശേഷം ഹെൻറി എയ്ത്ത് വരുവാണ്. ഹെൻറി എയ്ത്ത് എന്ത് ചെയ്തു? 6 times കല്യാണം കഴിച്ചു. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു. ഫസ്റ്റ് ഡോട്ടർ മേരി ആയിരുന്നു, സെക്കൻഡ് ഡോട്ടർ ആണ് വരുന്നത്, അത് എലിസബത്ത് ആണ്. ആൻഡ് തേർഡ് നമുക്ക് ആൾക്ക് എന്തിട്ടാണ് ഒരു സൺ കിട്ടി അല്ലേ. 6 തവണ കല്യാണം കഴിച്ചിട്ട് നമുക്ക് 3ാമത്തെ തവണ തന്നെ ഒരു ആൺകുട്ടീനെ കിട്ടുന്നുണ്ട്. ആൻഡ് ആള് 15 വയസ്സിൽ തന്നെ മരിക്കുകയാണ്. ആൻഡ് ദെൻ ആര് വരികയാണ്? മേരി വന്നു. ദെൻ ആരായി റൂളർ? എലിസബത്ത് ആയി അല്ലേ. നമ്മുടെ എലിസബത്തിൻ ഏജ് ആണ്. ആൻഡ് ഇത്രയാണ് എന്ത് നമ്മുടെ ഏജ് ഓഫ് റിവൈവൽ എൻഡ് ആവുന്നത് ഇങ്ങനെയാണ് അല്ലെ. എലിസബത്തിൻ ഏജോട് കൂടിയാണ് എൻഡ് ആവുന്നത്. ദെൻ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷൻ പറഞ്ഞു അല്ലേ. മാർട്ടിൻ ലൂതർ നടത്തിയിട്ടുള്ള പ്രൊട്ടസ്റ്റന്റ് റിഫർമേഷനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ഇനിയും ഉണ്ട് അല്ലേ, ഏജ് ഓഫ് റിവൈവൽ കഴിഞ്ഞിട്ടില്ല, ഇനിയും ഉണ്ട് നമ്മുടെ ഹിസ്റ്റോറിക് ഇവന്റ്സ് പറയാനുണ്ട്. ആൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന നമ്മുടെ റൈറ്റേഴ്സ് അല്ലേ, എന്താണ് ആഫ്റ്റർ ചോസർ അല്ലേ, അതാണ് നമുക്ക് സ്പെഷ്യാലിറ്റി ആയിട്ട് വരുന്നത്. എന്താണ് ഏജ്? നമ്മുടെ ചോസറിന്റെ ഏജിന് ശേഷം വരുന്ന ഒരു ഏജ് ആണ്. സോ ചോസറിന് ശേഷം ആരൊക്കെ ആയിരുന്നു ആ സമയത്ത് നമ്മുടെ ലിറ്ററേച്ചർ കിങ്സ് ആൻഡ് ക്യൂൻസ് എന്നൊക്കെ അറിയണ്ടേ അല്ലേ. സോ അത് നമുക്ക് നോക്കാനുണ്ട്. അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. സോ അതുവരേക്കും നന്നായി പ്രിപ്പയർ ചെയ്യുക. നമുക്ക് CUT ട്രാക്ക് ചെയ്യുന്ന വേണം അല്ലേ, ക്രാക്ക് ചെയ്യുന്ന വേണം. സോ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഹിറ്റ് ദ ബെൽ ഐക്കൺ. ഡെയിലി നമ്മൾ